ഹായ് ഹലോ ഫാമിലീസ് കേതൻ്റെ ഏതെന്തോടതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആ ഹൈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മളൊരു കുക്കിംഗ് വ്ലോഗുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുക്കിംഗ് തുടങ്ങിയാലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഐറ്റമാണ് പരിഞ്ഞിൽ അഥവാ മീൻമുട്ട. ഇത് നമ്മുടെ ചാളയുടെ മുട്ടയാണ്. ചാളയുടെ പരിഞ്ഞിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പരിഞ്ഞിൽ എന്ന് പറയും. എന്നോട് ലൈവിലും മറ്റും അല്ലാണ്ടും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ മീൻ മുട്ട എങ്ങനെയാണ് റെഡിയാക്കുന്നത്, അട വെക്കുന്നത് എങ്ങനെയാണെന്ന്, അട പൊരിക്കുക എന്നൊക്കെ പറയും. അതെങ്ങനെയാണെന്ന് എന്നോട് കുറച്ചധികം ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന്. മത്തിയുടെ മുട്ട തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അതിൽ തണ്ട് ഈ മുട്ടപ്പരിഞ്ഞൽ എന്ന് പറയുന്നത് തണ്ട് ഇത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇത് നിറയെ മീനിൻ്റെ മുട്ടയാണ്. മറ്റേത് അത്ര എന്താണ് എല്ലാവരും കഴിക്കും, ടേസ്റ്റിയാണ്, എങ്കിലും ഇതാണ് കൂടുതൽ ടേസ്റ്റി. നമ്മുടെ മത്തി അല്ലെങ്കിൽ ചാളയ്ക്കുള്ളിൽ കിട്ടുന്നതാണിത്. എനിക്ക് ഇത്രയും കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇത് വെച്ച് നമുക്ക് ഒരു അട തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കുഞ്ഞുള്ളി അഥവാ ചുവന്നുള്ളി എന്ന് പറയും. പിന്നെ പച്ചമുളക്. ഇത് ഓപ്ഷണലാണ്. വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് ഒഴിവാക്കാം. പിന്നെ ചുരണ്ടിയ തേങ്ങാപ്പീര. ഇത് ഇത്രയുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. നമുക്ക് ഇനി ഈ കുഞ്ഞുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ചോപ്പ് ചെയ്താലും മതി. അപ്പം ഇതിന് സവാള എടുക്കാണ്ട് കുഞ്ഞുള്ളി തന്നെ എടുക്കുന്ന അല്ലെങ്കിൽ ചുവന്നുള്ളി തന്നെ എടുക്കുന്നതാണ് ടേസ്റ്റ്. ഇനി ഞാനിതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവരട്ടെ. ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്യണം. വളരെ കനം കുറഞ്ഞിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കണം. ഇങ്ങനെ വേണം എടുക്കാൻ. ചോപ്പ് ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഉള്ളി തന്നെ ചേർക്കാമേ. ഞാൻ അധികം പച്ചമുളക് എടുത്തിട്ടില്ല. നല്ല പഴുത്ത പച്ചമുളക് ആയത് കാരണം നല്ല എരിവുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചുരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഒരുപാട് ഉപ്പ് ചേർക്കരുത്, ഉപ്പ് കഴിക്കും. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇതിനെ നന്നായി ഇളക്കി കൊടുക്കുക. ഒരു ഫോർക്കോ കയ്യോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ഇളക്കണം. നന്നായി എന്ന് പറയാൻ മാക്സിമം പറ്റുന്നവരാണെങ്കിൽ കൈ കൊണ്ട് തന്നെ ഞെരകണം. ഈ ഓരോ മുട്ടയും പൊട്ടിച്ച് ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനെടുത്ത ബൗൾ ഇത്തിരി ചെറുതാണ്. ഇത് ഞാനൊരു വേറൊരു ബൗളിലാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതിലിട്ട് നമുക്ക് പറ്റത്തില്ല, എല്ലാം പുറത്തേക്ക് പോകുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വേണം എടുക്കാൻ കേട്ടോ. ആ മീൻമുട്ടയെല്ലാം നന്നായിട്ട് ഉള്ളിയും തേങ്ങ ചുരണ്ടിയതായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ഞെരടിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഒരു വാഴയിലയിലേക്ക് മാറ്റാം. നല്ല കഴുകി വൃത്തിയാക്കിയെടുത്ത ഒരു വാഴയില എടുക്കുക. അതിലേക്ക് ഈ മീൻമുട്ടയുടെ മിക്സ് നമുക്ക് മാറ്റി കൊടുക്കാം. വാഴയിലയിലേക്ക് നമുക്ക് മിക്സ് മാറ്റി കൊടുക്കാം. ഇത് പണ്ട് അമ്മമാരൊക്കെ ഇത് കൈകൊണ്ടാണ് ചെയ്തിരുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് കൈകൊണ്ടൊക്കെ ചെയ്യാൻ മടിയാണല്ലോ. അതുകൊണ്ട് ഇതിനെ നന്നായിട്ട് പരത്തി കൊടുക്കുക. പിന്നെ വീഡിയോയിൽ കൈകൊണ്ട് ചെയ്യുന്നത് കണ്ടാൽ ചില ആൾക്കാർ പറയും അയ്യേ കൈകൊണ്ട്. പക്ഷെ നമ്മൾ ഭക്ഷണം കൈകൊണ്ടല്ലേ കഴിക്കുന്നത്. പക്ഷെ നമ്മൾ കൈകൊണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്താണ് നമ്മൾ ചോദിക്കുന്നത്. അതും ഒരു ശരിയാണ്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? പക്ഷെ കൈകൊണ്ട് ഞെരടിയെടുക്കേണ്ടത് കൈകൊണ്ട് തന്നെ ഞെരടിയെടുത്താലേ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പം ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ ഇലയുടെയൊക്കെ പരത്തുന്ന കൂട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മടക്കണം. ഇങ്ങനെ മടക്കിയെടുക്കണം. ഓക്കെ. ഇനി നമുക്കിതിനെ ഫ്രൈ പാനിൽ വെച്ച് ശരിയാക്കിയെടുക്കാം. ഫ്രൈ പാൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് എന്തിലായാലും വെക്കാം കേട്ടോ. ചുവട് കട്ടിയുള്ള എന്ത് പാത്രത്തിലും ഇത് വെക്കാൻ പറ്റും.
ഇതിങ്ങനെ നമ്മൾ വെച്ച ശേഷം ഞാൻ ഓൾറെഡി ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. നല്ല ചുവട് ഒരു വെയിറ്റ് ഉള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റൂ. ഇതിനെ നമ്മൾ എന്താ പണ്ട് മീൻ പൊള്ളിക്കുന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ തിരിച്ച് മറിച്ചിട്ട് പൊള്ളിക്കണം. ഇത് ഒരു സൈഡ് ഒരു 5 മിനിറ്റ്, ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ കഴിഞ്ഞ ശേഷം നമ്മൾ മറു സൈഡും ഇതേപോലെ തന്നെ മറിച്ചിട്ടതിന് ശേഷം ഈ വെയിറ്റ് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ചൂടായി തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇലയും കരിഞ്ഞിട്ട് നമ്മുടെ മീൻമുട്ട എല്ലാം കരിഞ്ഞു പോകത്തേ ഉള്ളൂ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇത്തിരി സമാധാനം കാര്യങ്ങളൊക്കെ വേണം. സമാധാനമായിട്ടിരുന്നാൽ എന്താ, ഫുഡ് സൂപ്പർ ആയിരിക്കില്ലേ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട് കേട്ടോ ഇത്. നല്ല ചൂടുണ്ട്. വീണ്ടും ഈ വെയിറ്റ് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇരുന്നാൽ മതി. അങ്ങനെ ഇനി നമുക്കിത് വാങ്ങി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ തയ്യാറാക്കിയ പരിഞ്ഞിൽ അഥവാ മീൻമുട്ട അട റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമാകുന്ന ഒരു വിഭവമാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് ചിലവുകളൊന്നും ഇല്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ. പിന്നെ മീനുള്ള മുട്ട, ഇതെല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആ ഹൈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ ബൈ. വീണ്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ.